ലോകം മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച ആനിമേഷൻ ചലച്ചിത്ര പരമ്പര ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ലൈവ് ആക്ഷൻ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഡീൻ ഡെബ്ലോയി സംവിധാനം ചെയ്ത ചിത്രത്തിന് ഇതിനു മുൻപ് പുറത്തുവിട്ട ടീസർ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. സാധാരണ വർഷങ്ങൾക്ക് മുൻപ് റിലീസായ ക്ലാസിക് ആനിമേഷൻ ചിത്രങ്ങളാണ് ഹോളിവുഡിൽ ലൈവ് ആക്ഷൻ സിനിമകളാക്കി പുനർനിർമ്മിക്കാറുള്ളത്. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ ആനിമേഷൻ പതിപ്പ് 2010-ലും അവസാന മൂന്നാം ഭാഗം 2019-ലുമാണ് റിലീസ് ചെയ്തത്. ഇത്ര പെട്ടെന്ന് ഒരു ലൈവ് ആക്ഷൻ റീമേക്കിന്റെ ആവശ്യം എന്താണെന്ന ചോദ്യമായിരുന്നു ടീസറിന് ലഭിച്ച സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണം. 1000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന വൈക്കിങ്ങുകളും തീതുപ്പും ഡ്രാഗണുകളും തമ്മിൽ പോരാട്ടങ്ങൾ നടക്കുന്ന സാങ്കല്പിക ലോകത്താണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. അങ്ങനെയിരിക്കെ വൈക്കിംഗ് ഗോത്ര തലവന്റെ മകന് പരിക്കേറ്റ ഒരു ഡ്രാഗനെ കിട്ടുകയും അവർ ചങ്ങാത്തത്തിലാവുകയും ചെയ്യുന്നതാണ് ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗണിന്റെ പ്രമേയം. ടീസറിലും ട്രെയിലറിലും കാണുന്ന ദൃശ്യങ്ങൾക്കനുസരിച്ച് ആനിമേഷൻ ചിത്രത്തെ ഫ്രെയിം ബൈ ഫ്രെയിം അതേപടി പകർത്തി എന്നതും ആരാധകരുടെ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അടുത്തിടെ ഡിസ്നിയുടെ സ്നോ വൈറ്റ് എന്ന ചിത്രത്തിനെതിരെയും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഹൗ ടു ട്രെയിൻ യുവർ ഡ്രാഗൺ ആനിമേഷനുമായി വ്യത്യാസമില്ലാത്തതാണ് വിമർശനത്തിന് കാരണമെങ്കിൽ സ്നോ വൈറ്റ് ഒറിജിനൽ ആനിമേഷന്റെ ചിത്രത്തിന് കഥയുമായി പുലബന്ധം പോലും ഇല്ലാത്തതെന്നാണ് വിമർശകർ പറയുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.